ലൈംഗിക ചൂഷണ ആരോപണങ്ങളിൽ കൃത്യമായ മറുപടിയില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്റെ ഭാഗം കൂടി കേൾക്കാനുള്ള മനസ്സ് മാധ്യമങ്ങൾ കാണിക്കണമെന്ന് ആവർത്തിച്ച് രാഹുൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല. കോടതിയാണ് താൻ കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. താൻ പാർട്ടിയെ ഒരുപാട് പ്രതിരോധിച്ചയാളാണ്. താൻ കാരണം പ്രവർത്തകർക്ക് തലകുനിച്ച് ന്യായീകരിക്കേണ്ടി വരില്ലെന്നും രാഹുൽ പറഞ്ഞു. ഞാൻ ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാളാണ്. ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രതിരോധം തീർക്കുന്ന പ്രവർത്തകരോട് എനിക്ക് ആകെ പറയാനായിട്ടുള്ളത്, ഞാൻ കാരണം ഒരു പ്രയാസം അവർക്കുണ്ടാകുന്നതിനകത്ത് ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു. മറ്റു കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് ജനങ്ങളോട് പറയാനായിട്ടുണ്ട്. അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാഗം കൂടി, അത് ഈ രാജ്യത്തെ ഏതൊരു പൗരനുമുള്ള അടിസ്ഥാനപരമായ അവകാശമാണ് അയാളുടെ ഭാഗം കൂടി കേൾക്കുക എന്നുള്ളത്. ആ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ തുടർന്നും കാണിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ വഴി ജനകീയ കോടതിയിലും അതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നീതിന്യായ കോടതിയിലൂടെയും ഞങ്ങൾ കൊച്ചിയിലെ ട്രാൻസ് വുമൺ അവന്തികയുടെ ആരോപണത്തിൽ മറുപടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. തനിക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നതിന് മുൻപ് അവന്തിക തന്നെ വിളിച്ചു. രാഹുലിനെതിരെ എന്തെങ്കിലും പരാതിയുണ്ടോ എന്നൊരു റിപ്പോർട്ടർ ചോദിച്ചിരുന്നു. ജീവന് ഭീഷണിയായി നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വിളിക്കുന്നതെന്നും രാഹുൽ ചോദിച്ചു. അവന്തിക അയച്ചു നൽകിയ റിപ്പോർട്ടറുമായുള്ള ശബ്ദ സന്ദേശം കേൾപ്പിച്ചായിരുന്നു രാഹുലിന്റെ പ്രതികരണം. മറ്റൊരു അലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മാധ്യമങ്ങളെ കാണാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് 2 തവണ അവരെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് വോണ ടോക്ക് ടു യു എന്ന് പറയുന്നു. അപ്പോൾ ആ സംഭാഷണമുണ്ട്. അതിനുശേഷം ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാനിത് ഇതിനെപ്പറ്റി പറയട്ടെ. അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുമല്ലോ. യു വിൽ സ്റ്റാൻഡ് വിത്ത് മീ ഫോർ ജസ്റ്റിസ് ഇൻ ദിസ് ഇഷ്യൂ നോ എന്നുള്ളതാണ് എന്ന് ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഞാൻ പറയുന്ന സംഭാഷണം. ഈ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആണെന്ന് അങ്ങോട്ട് ആ റിപ്പോർട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളത് കേട്ടു. അങ്ങനെ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളായിരുന്നു അവരെങ്കിൽ, അങ്ങനെ ഉള്ള ഒരാളായിരുന്നെങ്കിൽ അവരിപ്പോഴും പുറത്ത് പറയില്ലായിരുന്നു. പോട്ടെ, അത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പുറത്ത് പറയാമെന്ന് വിചാരിക്കാം. ഹ്യൂ ഷൈജു അടൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ഷൈജു, ഇവിടെ രാജ്യകാര്യത്തിൽ ഏറെക്കുറെ തീരുമാനത്തിലെത്താനിരിക്കെയാണ് രാഹുൽ വന്ന മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. വളരെ മയപ്പെടുത്തി, ശബ്ദം താഴ്ത്തി, വളരെ സൗമ്യനായി, അല്ലെങ്കിൽ ആ മുഖത്ത് കാണാം ആ ഒരു ടെൻഷൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഭവിച്ച മാനസിക സമ്മർദ്ദം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. വളരെ മയപ്പെടുത്തിയുള്ള ഒരു സംസാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. എല്ലാ ആരോപണങ്ങൾക്കും മറുപടിയില്ല. പക്ഷേ അവന്തികയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു ശബ്ദ സന്ദേശം പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് പ്രതിരോധങ്ങൾ? ദിവ്യ സൂചിപ്പിച്ചതുപോലെയാണ്. കാരണം കഴിഞ്ഞ 4 ദിവസമായി അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് മാധ്യമങ്ങൾ തമ്പടിച്ച് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ പല സന്ദർഭങ്ങളിൽ തേടാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാതിരുന്നിട്ട് വിചാരണ നടത്തുന്നു എന്ന രീതി ആയിരുന്നില്ല മാധ്യമങ്ങൾ സ്വീകരിച്ചിരുന്നത്. മറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനായിരുന്നു. അദ്ദേഹം ഒരു തവണ മാത്രമാണ് പുറത്തു വന്ന് അദ്ദേഹം സംസാരിച്ചത്. ആ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച് ആദ്യം ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് അത് ഒഴിവാക്കിയായിരുന്നത്. ഇന്ന് പൊടുന്നനെ അദ്ദേഹം പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളെ കാണുകയായിരുന്നു ചെയ്തത്. ഈ സന്ദർഭത്തിൽ അദ്ദേഹം ചില വിശദീകരണം നൽകും എന്ന മുഖവരയോടാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിനും നേരെ വന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. ആ ശബ്ദരേഖയിൽ ഗർഭഛിദ്രം, അത് ഒഴിവാക്കാനുള്ള ശ്രമം, അതിൽ രാഹുൽ നടത്തുന്ന ഭീഷണി, അതിന് പെൺകുട്ടിയെ കൊലപാതകമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, ഇത്തരം നിരവധി കാര്യങ്ങൾ ഉള്ള ഒരു സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വിശദീകരണം നൽകും എന്ന ഒരു പ്രതീക്ഷയിലാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം അവന്തിക എന്ന ട്രാൻസ്ജെൻഡർ വിമൺ നൽകിയ ആരോപണത്തിന് മാത്രം ചില രേഖകളോടുകൂടിയുള്ള ചില മറുപടി നൽകുകയാണ് ചെയ്തത്. താൻ സംസാരിച്ചിരുന്നു, നേരത്തെ തന്നെ വിളിച്ചിരുന്നു, തന്നെ വിളിച്ചപ്പോൾ തന്നെ കൊടുക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യമടക്കമുള്ള കാര്യങ്ങൾ, അതിന്റെ ശബ്ദ സന്ദേശമൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കേൾപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ മാത്രം ഒഴിച്ചു നിർത്തി അദ്ദേഹം കാര്യമായ ഒരു വിശദീകരണം നൽകിയോ എന്ന് ചോദിച്ചാൽ നൽകിയില്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ന് അല്പസമയങ്ങൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ വീട്ടിൽ മാധ്യമങ്ങളോട് നടത്തിയ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി പറയുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം തിരികെ പോവുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കാര്യത്തിൽ ഒരു ക്ലിയറായ വിശദീകരണം നൽകുന്നതിന് പകരം നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ രാഹുലിന്റെ പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമൊരു, സാധാരണ
രാഹുൽ വളരെ വൈബ്രന്റ് ആയി നിന്നാണ് മാധ്യമങ്ങൾ അഭിമുഖീകരിക്കുകയും അത്തരം കാര്യങ്ങൾ സംസാരിക്കാറും ഒക്കെ ചെയ്യുന്നത്. മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചാൽ അവരോട് വളരെ അങ്ങോട്ട് കയറി ട്രോളുന്ന ഒരു രീതി സാധാരണഗതിയിൽ രാഹുൽ മാങ്കൂട്ടം സ്വീകരിക്കാറുണ്ടായിരുന്നു എങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അങ്ങേയറ്റം സൗമ്യനായി ശാന്തനായി കുറേയധികം നിശബ്ദതയോടുകൂടി അദ്ദേഹം സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ അർത്ഥത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഓരോന്നും. ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കാൻ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം വേഗത്തിൽ മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു മടങ്ങുന്ന രീതി. ഒരു തവണ മാത്രമാണ് മടങ്ങിയ അദ്ദേഹം വീണ്ടും ചോദ്യം ആവർത്തിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു വന്ന് മറുപടി പറയുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ളത് വളരെ വൈകാരികമായ ചില പരാമർശങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹം കാര്യമായ മറുപടി പറഞ്ഞില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒറ്റ കാര്യത്തിന്റെ മാത്രം അത് മറുപടിയാണോ എന്ന് ചോദിച്ചാൽ അത് എത്രമാത്രം മറുപടിയാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കേണ്ടി വരും. അത് അവന്തികയുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ്. എന്നാൽ മറ്റു പല കാര്യങ്ങളിലും മറുപടി പറയേണ്ടിയതിരുന്നു. കാരണം പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകൾ, അദ്ദേഹത്തിനെതിരെ വന്ന അദ്ദേഹം കൂടി ഉൾപ്പെട്ട ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അദ്ദേഹം മറുപടി നൽകുന്നതിന് പകരം പാർട്ടിയെ താൻ പ്രതിസന്ധിയിലാക്കില്ല, തന്റെ പേരിൽ പാർട്ടി പ്രവർത്തകരാരും തലകുനിക്കേണ്ടി വരില്ല എന്ന വാചകം പറഞ്ഞ് പാർട്ടി പ്രവർത്തകരെ കയ്യിലെടുക്കുന്ന തരത്തിലുള്ള ചില വൈകാരിക പ്രകടനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ക്ലിയർ ആയി മറുപടി നൽകാൻ കഴിയാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കൂടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. എന്തായാലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കില്ല എന്ന് പറഞ്ഞു വെച്ചാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത് നിർത്തിയത്.